ഹായ് ഫ്രണ്ട്സ്, ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ചാച്ചാച്ചി തൊപ്പി ഉണ്ടാക്കിയാലോ? അതും പേപ്പർ യൂസ് ചെയ്തിട്ട്. ഇതിനു വേണ്ടി കട്ടിയുള്ള ക്യാരി ബാഗ്സോ അതല്ലെങ്കിൽ ചാർട്ട് പേപ്പറോ യൂസ് ചെയ്യാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പാണ് നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു വൈറ്റ് പേപ്പർ ക്ലോക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ക്യാരി ബാഗിൻ്റെതാട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല നീളവും വീതി ആയിട്ടുള്ള പേപ്പറാണ്. അപ്പൊ അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഒരു റെക്ടാംഗിൾ പീസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ച് അളവില് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പാർട്ട് ഇതുപോലെ നിവർത്തി വയ്ക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡും ഈ ഒരു 1.5 ഇഞ്ച് മടക്കിയിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഉള്ളില് ഇതുപോലൊരു പോക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു പേപ്പർ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. സെന്ററിലുള്ള ആ ഒരു മാർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുന്നത്. ഇനി ഈ ഒരു മടക്കി വെച്ച പേപ്പർ സെന്ററിൽ നിന്നും ഇതുപോലൊരു കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്യാം. കറക്റ്റ് ആ ഒരു കോൺ ഷേപ്പ് തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ഇത് രണ്ട് സൈഡിൽ നിന്നും ചെയ്യേണ്ടതുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് മാത്രമല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു ഫോൾഡിംഗ് ആണ് ചാച്ചാജിയുടെ തൊപ്പിയിൽ നമുക്ക് തല വയ്ക്കുന്ന ഭാഗത്ത് വരുന്നത് കേട്ടോ. അപ്പൊ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഈ ഒരു വരുന്ന ഭാഗം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഫോൾഡിങ് കുറച്ച് മുകളിലായിട്ട് വേണം നിൽക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ബാക്കിലേക്ക് ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. അത് നമ്മുടെ കുട്ടികളുടെ തലയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ഈ ഒരു ഫോൾഡിങ് വരുന്നത്. ഇനി ഇതിന്റെ താഴെ ഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷനും കൂടി ഇതുപോലെ തന്നെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ വരുന്ന ആ ഒരു പോർഷൻ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രണ്ട് സൈഡിലുള്ള പോക്കറ്റിലേക്ക് ഇതുപോലെ ഒന്ന് വച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വയ്ക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് സെക്യൂർ ആക്കി കൊടുക്കാം. ഇനി ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല സിമ്പിൾ ആയിട്ടുള്ള ചാച്ചാജിയുടെ തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ കുറച്ച് റൈറ്റിങ്സ് കാണുന്നുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് പെയിന്റ് യൂസ് ചെയ്തിട്ട് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. വെറുതെ കത്തിച്ച് കളയുന്ന ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാച്ചാജിയുടെ തൊപ്പി ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ടൈമിൽ A4 ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബാലൻസ് വന്ന പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ മറ്റൊരു തൊപ്പിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത്. അപ്പോൾ രണ്ടുപേർക്കും അംഗനവാടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 3 വർഷം മുമ്പാട്ടോ. ഇപ്പോൾ ആ ഒരു 3 വയസ്സുകാരന് 6 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെയ്തിട്ടുണ്ടായ ഒരു വർക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അന്ന് ആ ഒരു ഫുട്ടേജ് ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ ഫോട്ടോസിൽ എനിക്ക് പിന്നീട് കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെ, സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ 2 തൊപ്പിയും ഉണ്ടാക്കി തീരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നവരൊക്കെ A4 ഷീറ്റ് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം മാത്രം ചാർട്ട് പേപ്പറോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാരി ബാഗ്സ് കിട്ടുമ്പോൾ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് തുണിയുടെ ക്യാരി ബാഗും യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ ഒരുപാട് കാലം നമുക്ക് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ദേ രണ്ടാമത്തെ തൊപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ആ ഒരു റൈറ്റിങ്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് ആ ഒരു വൈറ്റ് കളറിൽ തന്നെ തൊപ്പി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൊടിയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞത് വൈറ്റ് കളറിലുള്ള കൊടി മതി എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു വൈറ്റ് കട്ടിയുള്ള പേപ്പർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് 2 റെക്റ്റാങ്കിൾ പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാർബിക്യൂ സ്റ്റിക്കാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാർബിക്യൂ സ്റ്റിക്ക് വേണമെന്നൊന്നുമില്ല, നമ്മുടെ സാധാ ഇർക്കിളി മതി കേട്ടോ. അതാണെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദേ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയൊരു റാലി ഉണ്ട്. അപ്പോൾ ആ ഒരു റാലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊച്ചു ഫ്ലാഗും കൂടിയും കൊണ്ടുപോകുന്നത് കേട്ടോ. ഈ ഒരു കൊടി ഞാൻ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മക്കള് വൈറ്റ് ഡ്രസ്സിൽ ആ ഒരു കുഞ്ഞു റോസാപ്പൂവും വെച്ച് ഈ ഒരു വൈറ്റ് കളറിലെ കൊടിയും ആ ഒരു തൊപ്പിയൊക്കെ വെച്ച് പോകണത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു റാലിയുടെ ഫുട്ടേജ് ഒന്നും എൻ്റെ കയ്യിലില്ല, അതൊക്കെ മിസ്സായിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു തൊപ്പിയുടെ കുറച്ച് ഭാഗത്ത് റൈറ്റിങ്സ് കാണുന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു പോർഷനിൽ ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തൊപ്പി ഫുള്ള് വൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന പേപ്പർ യൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു ചാച്ചാജിയുടെ തൊപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചാച്ചാജി ആവാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കൊച്ചു റോസ് ഫ്ലവറും കൂടിയാണ്. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ചാച്ചാജിയുടെ തൊപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ റാലിക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് കൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതൊരു റോസ് ഫ്ലവറും കൂടിയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ കുട്ടികൾക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർഗാനിക് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റോസ് ഫ്ലവർ മേക്ക് ചെയ്യുന്നത്. കുട്ടികളെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കേട്ടോ എൻ്റെ 3 വയസ്സുകാരനായിട്ടുള്ള ആ ഒരു കൊച്ചു നെഹ്റു. ഈ ഒരു കൊച്ചു നെഹ്റു ഇപ്പോൾ 6 വയസ്സുള്ള വലിയ നെഹ്റു ആയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.